വൈദികനായതിനു ശേഷം 1898 അദ്ദേഹം പുത്തൻപള്ളി സെമിനാരിയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. 3 വർഷക്കാലം സുറിയാനി സംഗീതവും ലത്തീൻ ഭാഷയും പഠിപ്പിച്ചു. പിന്നീട് കുമരകം, ഉഴവൂർ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. ദിവ്യകാരുണ്യ ഭക്തിയും അച്ചടക്കവും വളർത്തുവാൻ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. പള്ളിയകത്തെ പെരുമാറ്റം, ആചാരോപചാരങ്ങൾ, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം നൽകിയ ജ്ഞാനം ഇടവക ജനത്തിനും ശുശ്രൂഷകർക്കും ഇന്നും മാർഗദർശകമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മതപഠന താൽപര്യത്തെ അന്നത്തെ മെത്രാന്മാർ പ്രശംസിച്ചിട്ടുണ്ട്. അതിനുശേഷം 7-8 വർഷക്കാലം കൈപ്പുഴയിൽ വിസിറ്റേഷൻ മഠത്തിന്റെ ചാപ്ലയിനും സെന്റ് മാർഗരറ്റ് സ്കൂളിന്റെ മാനേജരുമായി പ്രവർത്തനനിരതനായി. ചികിത്സയ്ക്കും അസൈലത്തിന്റെ ഫണ്ട് ശേഖരണത്തിനുമായി ഏതാനും വർഷത്തേക്ക് ഇടവക സേവനത്തിൽ നിന്നും മാറി നിന്ന് സെന്റ് തോമസ് അസൈലവും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹവും സ്ഥാപിക്കുവാൻ കഠിന പ്രയത്നം ആരംഭിച്ചു. പിന്നീടാണ് ഇടങ്ങൂർ, കുറുമുള്ളൂർ, നീണ്ടൂർ, ചാമക്കാല, വീണ്ടും കുറുമുള്ളൂർ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തത്. 1938 ഇടവക സേവനത്തിൽ നിന്നും വിരമിച്ച് വിശ്രമാർത്ഥം കൈപ്പുഴ പള്ളിമേടയിൽ താമസമാക്കി. ഇതിനിടയിലും ദിവസവും മഠത്തിൽ വന്ന് സഹോദരിമാരുടെ സഹായത്തോടെ കണക്കുകളും റെക്കോർഡുകളും ശരിയാക്കിയിരുന്നു. മഠത്തോടനുബന്ധിച്ച് തന്റെ അന്ത്യവിശ്രമം കരുതി കപ്പേള നിർമ്മാണം നടത്തുന്നതിന് ക്ഷീണവും പ്രായാധിക്യവും തടസ്സമായി കണക്കാക്കിയില്ല. കിഡ്നി രോഗിയായി ക്ഷീണം വർദ്ധിച്ചപ്പോൾ ദിവ്യബലിയർപ്പണം മഠം വക കപ്പേളയിലാക്കി. 1943 നവംബർ 21 തന്റെ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ തന്റെ വത്സല മക്കളോടുകൂടി അദ്ദേഹം അവസാനമായി ദിവ്യബലി അർപ്പിച്ചു. അന്ന് കിടപ്പിലായ തൊമ്മിയച്ചൻ മരണത്തിനൊരുങ്ങുവാൻ 15 ദിവസം തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ജീവിതകാലത്ത് ഏതെങ്കിലും കാരണത്താൽ തെറ്റിദ്ധാരണ ഉളവായവരെ വിളിച്ചു വരുത്തി രമ്യപ്പെടുകയുണ്ടായി. പാപസങ്കീർത്തനം നടത്തി. ദിവ്യകാരുണ്യ സ്വീകരണവും മുടങ്ങാതെ നടത്തി. 1943 ഡിസംബർ 4 72 വയസ്സിൽ ഈ പുണ്യപുരുഷൻ നിര്യാതനായി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൈപ്പുഴ ചെറിയ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു. 1983 അദ്ദേഹത്തിന്റെ 40ാം ചരമവാർഷിക ദിനത്തിൽ കോട്ടയം രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ അനുവാദത്തോടെ ഭൗതികാവശിഷ്ടം ചെമ്പ് പേടകത്തിലാക്കി ചെറിയ പള്ളിയിൽ നിന്നും കോൺവെന്റ് ചാപ്പലിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ശവകുടീരത്തിൽ പ്രതിഷ്ഠിച്ചു. നല്ലൊരു പ്രസംഗകനായിരുന്നു പൂതത്തിൽ തൊമ്മിയച്ചൻ. മാർ മത്തായി മാക്കിലിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ചരമപ്രസംഗം നടത്താൻ നിയോഗിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട തൊമ്മിയച്ചനാണ്. മികച്ച ധ്യാനഗുരുവായിരുന്ന തൊമ്മിയച്ചൻ രൂപതയ്ക്കകത്തും പുറത്തും ധാരാളം ധ്യാന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്റെ ദൈവനിയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നന്മ ചെയ്ത് യേശുനാഥന്റെ പിന്നാലെ നടന്നു പോവുകയായിരുന്നു ഈ വിശുദ്ധാത്മാവ്. പാവപ്പെട്ടവരും പരിത്യക്തരുമായ തന്റെ സഹജീവികളുടെ മോചനത്തിനായി അർപ്പിക്കപ്പെട്ടതായിരുന്നു ഈ ജീവിതം. സെന്റ് തോമസ് അസൈലവും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹവും സ്ഥാപിക്കുവാൻ അദ്ദേഹം അനുഷ്ഠിച്ച യാതനകൾ തൊമ്മിയച്ചന്റെ വിശുദ്ധ ജീവിതത്തിന്റെ നിത്യസ്മാരകങ്ങളായിരിക്കും. പൂതം എന്ന വാക്കിന് പരിശുദ്ധം എന്നാണ് അർത്ഥം. വീട്ടുപേര് അന്വർത്ഥമാക്കി പരിശുദ്ധിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഇപ്പോൾ 65ാം വർഷത്തിൽ ദൈവദാസനായി പൂതത്തിൽ തൊമ്മിയച്ചൻ ആദരണീയനായിരിക്കുന്നു. വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി അൾത്താരയിൽ ആദരിക്കപ്പെടുന്ന നിമിഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ വലതുവശത്തിരുന്ന് നമുക്ക് വേണ്ടി ഈ പുണ്യാത്മാവ് നടത്തുന്ന പ്രാർത്ഥനയാൽ നാം അനുഗ്രഹീതരായി തീരാൻ ഇടയാകട്ടെ.